ഗായ്സ് നമുക്ക് ചെമ്മീൻ ചോറുണ്ടാക്കാം. മേടിക്കാൻ പോകണം. അതിന് ഫസ്റ്റ് ചെമ്മീൻ പോയിട്ട് മേടിച്ചിട്ട് അങ്ങനെ ഇപ്പോൾ ചെമ്മീൻ മേടിച്ചു കൊഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ക്ലീൻ ചെയ്യണം. ഈ മീൻ കണ്ടിട്ട് മാത്രം വരുന്നൊരു കള്ളിപ്പൂച്ച ഇതെവിടെ ഇറങ്ങി പോകുന്നുണ്ടത്. 2 ഉള്ളി, 2 തക്കാളി, 3 പച്ചമുളക്. ഉള്ളി ചെറുതായതുകൊണ്ടാണ് 2 എണ്ണത്തിന്, അല്ലെങ്കിൽ ഒറ്റൊന്ന് മതി. വലിയ ഉള്ളിയാണെങ്കിൽ ഒറ്റൊന്ന് മതി. നമുക്ക് ചെമ്മീൻ ചെറുങ്ങ ഫ്രൈ ആക്കാം. അതിൻ്റെ അതിൽ മസാലയിലാക്കാം. പച്ചമുളക് പൊടി, മഞ്ഞൾപ്പൊടി, നിങ്ങൾ ആവശ്യത്തിന് ഇട്ടോ. കുറച്ച് കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ തന്നെ ഇടും. അത്രേ വേണ്ടു. കുറച്ച് തൈര്, മിക്സ് ആക്കുക. ആ സെനീൻ്റെ അകത്തേക്ക് ചെമ്മീൻ ഇടാം. കുറച്ച് മുളക് പൊടി, മുളകില്ല. മസാല 20 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്യത്. 20 മിനിറ്റ് ആയിട്ട് നമുക്ക് പാൻ ചൂടാക്കിയിട്ട് ഇത് ഫ്രൈ ചെയ്തിട്ട് വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെച്ചാൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ഓയിൽ ഒഴിക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒഴിക്കുക. പക്ഷേ ഹെൽത്തി ആയിക്കോട്ടെ എന്ന് ഇഷ്ടം വെളിച്ചെണ്ണ ഒഴിക്കുന്നു. നമുക്ക് ഓരോന്നായിട്ട് ഇതിൻ്റെ അകത്തേക്ക് എടുത്തിടാം. എല്ലാ കൊഞ്ചും വെച്ചിട്ടുണ്ട്. ഇനി മീഡിയത്തിലിട്ടിട്ട് ഇതാക്കണം. വേവിട്ട് കുറച്ച് അതിൻ്റെ അകത്ത് തന്നെ കുറച്ച് അതിൻ്റെ വെള്ളമെല്ലാം ഇറങ്ങിയിട്ട് നമുക്കൊന്ന് മീഡിയത്തിലിട്ട് നല്ല സ്ലോ കുക്ക് ചെയ്യാം. നമുക്ക് മറിച്ചിട്ട് തിരിച്ചിടാം. വശം അതിന് അടുത്ത വശാക്കണം. തിരിച്ചിടും. നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ഞാൻ മനസ്സ്. ഗൈസ്, നമ്മളിനി കുക്കറിലാക്കാൻ നിന്ന് ചെമ്മീൻ ചോറുണ്ടാക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണ്ടു. നമുക്ക് നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണ കുറച്ച് നമുക്ക് ഒഴിക്കണം. നേരത്തെ മുറിച്ച് വെച്ച ഉള്ളി എടുത്ത് ഉള്ളി കുറച്ച് ഇതായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. പിന്നെ ടൊമാറ്റോ ഇടാം. ഞാൻ തക്കാളി ഇട്ട് കഴിഞ്ഞ ശേഷം ഇതിനകത്ത് 3 പച്ചമുളക് നമ്മൾ മുറിച്ച് വെച്ച് പച്ചമുളക് ഇടാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല ഇടാം. നല്ലോണം ഇതായി വന്നിരുന്നത്, നല്ലോണം കുക്കായി വന്നിന് നമുക്ക് അതിൻ്റെ മസാല ഇടാം. ഇനി നമുക്ക് അതിലേക്ക് മസാല ഇട്ടാക്കാം. കുറച്ച് മുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടാൽ മതി. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്.
ഇനി നല്ലോണം മിക്സ് ആക്കുക. അരിയിലെ കണക്കൊന്നും എനിക്കറിയില്ല, അതുകൊണ്ട് അമ്മ എനിക്ക് എടുത്ത് പറയുന്നുണ്ടാവും അരിയിലെ കണക്കല്ല. ഈ ഗ്ലാസ്സിലാണ് അരി എടുക്കുന്നത്. ഇതൊരു മീഡിയം ഒരു ഗ്ലാസ്സാണ്. ഇതൊരു ഗ്ലാസ് എടുത്ത് രണ്ട് ഗ്ലാസ് അരിക്ക് 2.5 ഗ്ലാസ് അരി എടുക്കുന്നത്. ഇത് പച്ചരിയില്ലേ, ഇത് പച്ചരിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേണ്ടിക്ക് ഏത് അരി വേണ്ടിക്ക് എടുക്കാം. ബിരിയാണി അരി അങ്ങ് അതെടുക്കാം. പക്ഷെ എനിക്ക് കൂടുതലും ടേസ്റ്റ് തോന്നിയില്ല ഈ അരിയാണ്, അതുകൊണ്ട് ഞാൻ ഇത് എടുക്കുന്നതേ ഉള്ളൂ. ഇത് നമുക്ക് നല്ലോണം അരി നല്ലോണം കഴുകണം. 2.5 എടുത്തെങ്കിൽ നമ്മൾ 3 ഗ്ലാസ് അരി വെള്ളം ഒഴിക്കണം. കുക്കറിൽ 1 ഗ്ലാസ് വെച്ചു, രണ്ടാമത്തെ ഗ്ലാസ് ഒഴിക്കുന്നു, 3 ഗ്ലാസ് വെള്ളം ഇങ്ങനെ ഒഴിച്ചു. നേരത്തെ കുറച്ച് ഇതേ ഉള്ളൂ ഉപ്പയുള്ളൂ, അപ്പോൾ വെള്ളത്തിനനുസരിച്ച് നമുക്ക് ഉപ്പ് ഇടണം. പക്ഷേ ഈ അരിക്ക് വേണ്ടി ഉപ്പ് ഇപ്പോൾ ഇടുക, നമുക്ക് ഇടാം. ഉണ്ടോ? കറക്റ്റാണ്. അല്ല എന്ത് നമ്മൾ അമ്മമാരെ കൈ ഒന്നുണ്ടെങ്കിൽ നല്ലതുണ്ടാവും. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സംഭവം കുറച്ച് അതിൻ്റെ അകത്ത് വെളിച്ചെണ്ണ അത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വയ്ക്കാം. എന്നാലേ ടേസ്റ്റ് കുറച്ചും കൂടി കൂടും. ഇതെൻ്റെ ടിപ്പാന്ന് വേണ്ടിക്ക് നിങ്ങൾ നിങ്ങൾക്ക് നല്ലോണം ഇതിൻ്റെ ഫ്ലേവർ വേണ്ടിക്ക് അത് ഇതാക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് മാത്രം മതി, അല്ലെങ്കിൽ നല്ല ഇതുണ്ടാവും. ഞങ്ങൾ പതിച്ച് വരുന്നുണ്ട്, അതിൽ മാത്രം കഴിച്ചു കുറച്ച് ഇതിലേക്ക് നമുക്ക് നല്ല ടേസ്റ്റ് അല്ലേ അല്ലേ ഗൈസ്? അങ്ങനെ നമ്മൾ വെള്ളം എടുത്ത് തിളച്ചിരിക്കുന്നു. നമുക്കിനി റൈസിൻ്റെ അകത്തേക്ക് ഇടാം. കുറച്ച് തീ കുറക്കണം, അല്ലെങ്കിൽ മുഖത്തേക്കെല്ലാം തെറിക്കും നമ്മളെ റൈസ് ഇടുമ്പോൾ. അരിയിടുകയാണ്. നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കാം. അരി ഇട്ട് കഴിഞ്ഞിട്ട് ഒരു തിളയും കൂടി തിളച്ചാൽ മാത്രമേ മൂടി വെക്കാൻ പാടുള്ളൂ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിലേക്ക് കുറച്ച് മല്ലി ചപ്പ് ഇടാം, കുറച്ച് വേണ്ടിക്ക് ഇടാം, അല്ലെങ്കിൽ ലാസ്റ്റ് നിങ്ങൾക്ക് ഇടുന്നുണ്ടെങ്കിൽ അത് ഇടാം. ഇത് ഞാൻ ഇതിൻ്റെ ഫ്ലേവർ എനിക്ക് ഇഷ്ടമില്ലാണ്ട് ഞാൻ കുറച്ച് ഇതിൻ്റെ അകത്ത് ഇട്ടതാണ്. കുറച്ച് ഗരം മസാല ഇടുന്നുണ്ടെങ്കിൽ ഇടാം. നല്ല ഫ്ലേവർ ആയിരിക്കും, അതേപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും. ഒരു ബിരിയാണിയിൽ തിന്ന ഫീൽ ഉണ്ടാവും. കുറച്ച് മതി, അതായത് ടീസ്പൂൺ 1 മിക്സാക്കാം. തിളച്ച് വരുന്നുണ്ട്, നമുക്കിനിത് മൂടി വെക്കാം. ഒരു വിസിലേ വേണ്ട, കുക്കറിൽ ഒറ്റ വിസിലേ വേണ്ട ചോറ് വേവേ. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മീഡിയത്തിൽ വെക്കണം. ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് ലോ മീഡിയോ അങ്ങനെ വെച്ചിട്ട് ഇതാക്കണം. എനിക്ക് കുക്കർ മൂടാം. പിന്നെ ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ ഓഫാക്കുക. നല്ല നല്ല രുചികരമായ നമ്മളെ ചെമ്മീൻ ചോറ് റെഡിയാവും. നമ്മളെ ചെമ്മീൻ ചോറ് അങ്ങ് റെഡി ആയിരിക്കുന്നു. കുക്കറിൽ ഇതിൽ വിസിൽ വരില്ല, പിന്നീട് അറിഞ്ഞത്. അരി വെക്കുമ്പോൾ ഇതിൽ വിസിൽ വരില്ല. അങ്ങനത്തെ ഒരു ഭയങ്കര കുക്കറാണ് കേസ്. പക്ഷേ ഒരു വിസിൽ മതി. കുറച്ച് അങ്ങനെ വിസിൽ വരുന്നില്ലെങ്കിൽ കുറച്ച് ടൈം 20 മിനിറ്റ് നോക്കാം. നല്ല സ്മെല്ല് വരും. അപ്പോൾ നമുക്ക് വെച്ചാൽ നല്ല കുക്കായതിൻ്റെ സ്മെല്ല് വരും. അപ്പോൾ ഇത് ഓഫാക്കിയാൽ മതി. ഇതിലേക്ക് നല്ല നല്ല സ്മെല്ലുണ്ട് ഇടാം. അടിപൊളി സ്മെല്ലാണ് ഗൈസ്. നമുക്കത് അങ്ങനെ ഓഫാക്കാം. ഗൈസ് അങ്ങനെയായിരിക്കുന്നു. നോക്കൂ, ഇതിലേക്ക് ഒരു സ്പൂൺ ഗീ ഇടാം. വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് അത്രയും വേണ്ടു. പൊരിച്ച് വെച്ച കൊഞ്ച് നമ്മൾ മല്ലിച്ചപ്പ് മിക്സാക്കാം.
ഗൈസ് നമുക്ക് അമ്മക്ക് കൊടുക്കാം. അമ്മേൻ്റെ അഭിപ്രായം കേൾക്കാലോ. എങ്ങനെയുണ്ടമ്മേ? രസമുണ്ടോ? സൂപ്പറാണ് ഗൈസ്, സൂപ്പറാണ്. സൂപ്പറാണ് ഗൈസ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് വെക്കാം. ബൈ.